നമസ്കാരം. ലോകം ഉപരോധങ്ങളുടെ മതിൽക്കെട്ടുകൾ തീർത്തുകൊണ്ട് ലോകത്തെ നിയന്ത്രിക്കാമെന്നു കരുതിയ ശക്തികൾക്ക് മുന്നിൽ മഞ്ഞുറഞ്ഞ അതിർത്തിക്ക് നദിക്കു മുകളിൽ ഇരുമ്പഴിയിൽ എഴുതപ്പെട്ട ഒരു മറുപടിയാണ് ഉയർന്നിരിക്കുന്നത്. തൂമെൻ നദിക്കു കുറുകെ പൂർത്തിയായ പുതിയ റോഡ് പാലം വെറും കോൺക്രീറ്റ് സ്റ്റീലും ചേർന്ന് ഒരു നിർമ്മാണ പദ്ധതി മാത്രമല്ല, അത് റഷ്യയും ഉത്തര കൊറിയയും ചേർന്ന് തീർക്കുന്ന പുതിയ ശക്തി സമവാക്യത്തിന്റെ ഉറച്ച പ്രഖ്യാപനമാണ്. വർഷങ്ങളോളം ഉപരോധങ്ങളും ഒറ്റപ്പെടുത്തലുകളും സമ്മർദ്ദ രാഷ്ട്രീയവും ഉപയോഗിച്ച് രാജ്യങ്ങളെ നിയന്ത്രിക്കാമെന്ന് വിശ്വസിച്ച പാശ്ചാത്യ ശക്തികൾക്ക് ഈ പാലം ഒരു നിർവചനാതീതമായ രാഷ്ട്രീയ സന്ദേശമാണ്. ലോകം മതിലുകൾ ഉയർത്തുമ്പോൾ അവർ പാലങ്ങൾ പണിയുകയാണ്. ലോകം വാതിലുകൾ അടയ്ക്കുമ്പോൾ അവർ പുതിയ വഴികൾ തുറക്കുകയാണ്. ഇനി ഈ പാലത്തിലൂടെ സഞ്ചരിക്കുക ചരക്കു വാഹനങ്ങളോ യാത്രക്കാരോ മാത്രമല്ല, ഏഷ്യൻ ഭൂരാഷ്ട്ര തന്ത്രത്തിന്റെ പുതിയ ദിശയുമാകും. വ്യാപാരത്തിന്റെ പുതിയ പാതകൾ, സൈനിക സഹകരണത്തിന്റെ പുതിയ അധ്യായങ്ങൾ, സാമ്പത്തിക രക്ഷാ പദ്ധതിയുടെ പുതിയ സാധ്യതകൾ, പാശ്ചാത്യ സ്വാധീനത്തിന് വെല്ലുവിളിയാകുന്ന പുതിയ ശക്തി കേന്ദ്രത്തിന്റെ ഉദയസൂചനമായ ഇതെല്ലാം ഒരൊറ്റ പാലത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു. റഷ്യയും ഉത്തര കൊറിയയും കൈകോർക്കുമ്പോൾ അവിടെ ലോകരാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ രേഖകൾ വരയ്ക്കപ്പെടുകയാണ്. വരാനിരിക്കുന്ന കാലത്ത് ഈ അതിർത്തി പാലം രണ്ട് രാജ്യങ്ങളെ മാത്രം ബന്ധിപ്പിക്കുന്ന ഒരു ലോകക്രമത്തിന്റെ ഹൃദയമിടിപ്പായും അത് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട്. എന്തായാലും ചരിത്രത്തിൽ ആദ്യമായി ഇരു രാജ്യങ്ങളും റോഡ് മാർഗം ബന്ധിപ്പിക്കുന്ന ഈ പദ്ധതി ഏഷ്യൻ ഭൂരാഷ്ട്രതന്ത്രത്തിൽ വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചന കൂടിയാണ്. 2024 വ്ളാഡിമിർ പുടിനും കിം ജോങ് ഉന്നും ഒപ്പുവെച്ച സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത കരാറിന്റെ പൂർണ്ണരൂപമായാണ് ഈ പാലം. എന്തായാലും ഉത്തര കൊറിയയെ അന്താരാഷ്ട്ര ഒറ്റപ്പെടലിൽ നിന്ന് മോചിപ്പിക്കുവാനും റഷ്യയുടെ കിഴക്കൻ മേഖലകളെ സാമ്പത്തിക ചലനങ്ങൾ സജീവമാക്കുവാനും ലക്ഷ്യമിടുകയാണ്. റെയിൽവേ ഗതാഗതത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ബന്ധം ഇപ്പോൾ റോഡ് മാർഗത്തിലേക്കും വളരുമ്പോൾ അത് സ്വാഭാവികമായും വ്യാപാരം, സൈനിക സഹകരണം, മാനുഷിക വിനിമയം എന്നിവയിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അതിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ കണ്ണിലെ അപകടകരമായ ഈ സഖ്യം അമേരിക്കയുടെ ഉപരോധ തന്ത്രങ്ങൾക്ക് ഇനി ഈ മേഖലയിൽ ഫലിക്കില്ല എന്ന് വ്യക്തമായ സന്ദേശം നൽകുന്നുണ്ട്. ഏപ്രിൽ 21 നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു തൂമെൻ നദിക്ക് കുറുകെയുള്ള റോഡ് പാലത്തിന്റെ ഇരുവശങ്ങളും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചത്. 2024 വ്ളാഡിമിർ പുടിനും കിം ജോങ് ഉന്നും തമ്മിൽ ഒപ്പുവെച്ച സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത കരാറിന്റെ നേരിട്ടുള്ള ഫലമാണിത്. ഇതുവരെയും റെയിൽ മാർഗം മാത്രമായിരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിൽ ബന്ധപ്പെട്ടിരുന്നത്. എന്നാൽ ഈ വേനൽക്കാലത്ത് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കുന്നതോടെ ദിവസേന എന്ത് ചെയ്യും, 300ഓളം വാഹനങ്ങളും ആയിരക്കണക്കിന് ആളുകളും ഇവിടെ ഈ അതിർത്തി കടക്കാനാകും. വെറുമൊരു എഞ്ചിനീയറിംഗ് വിസ്മയം എന്നതിനേക്കാൾ ഉപരി വ്യാപാരം, സാമ്പത്തിക സഹകരണം, മാനുഷിക വിനിമയം എന്നിവയ്ക്കുള്ള അതിശക്തമായ ഒരു ധമനിയായി ഈ പാലം മാറുന്നുണ്ട്. റോഡ് പാലത്തിന്റെ ആഘോഷങ്ങൾക്കൊപ്പം തന്നെ ശ്രദ്ധേയമാണ് ഓൺസണിലെ കൽമ വിനോദ മേഖലകളിൽ ആരംഭിച്ച റഷ്യ ഉത്തര കൊറിയ ഫ്രണ്ട്ഷിപ്പ് ഹോസ്പിറ്റൽ. അതായത് ഏപ്രിൽ 22 നടന്ന ശിലാസ്ഥാപന ചടങ്ങിലായിരുന്നു ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ആരോഗ്യരംഗത്തെ സഹകരണം കേവലം ചികിത്സയിൽ ഒതുങ്ങുന്നതല്ല എന്നും ഇത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പങ്കാളിത്തത്തിന്റെ അടിത്തറയാണ് എന്നാണ് റഷ്യൻ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത്. വടക്കൻ കൊറിയയുടെ സാമ്പത്തിക തകർച്ച പ്രവചിച്ച പാശ്ചാത്യ ശക്തികൾക്ക് മുന്നിൽ റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ രാജ്യം കരുത്താർജിക്കുന്നതിന്റെ തെളിവാണ്. 2022 ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം അതിവേഗം വളരുകയായിരുന്നു. റഷ്യയ്ക്ക് ആവശ്യമായ യുദ്ധ സാമഗ്രികൾ ഉത്തര കൊറിയ നൽകുന്നുവെന്നും പകരമായി റഷ്യ അത്യാധുനിക സാങ്കേതിക വിദ്യ കൈമാറുമെന്നും പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികൾ നിരന്തരം ആരോപിക്കുന്നുണ്ട്. എന്നാൽ ആഗോള സമ്മർദ്ദങ്ങളെ അവഗണിച്ച് തങ്ങളുടെ രാഷ്ട്രീയവും സാംസ്കാരികവും സൈനികവുമായ ബന്ധം മെച്ചപ്പെടുത്താനാണ് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. പുതിയ റോഡും പാലവും മോൺസണിലെ ആശുപത്രിയും ഈ ബന്ധം ഇനി തിരിച്ചുപോക്കില്ലാത്ത വിധം ശക്തമാണ് എന്ന സന്ദേശം ലോകത്തിന് നൽകുന്നുണ്ട്. എന്തായാലും റഷ്യയുടെ ദൂരകിഴക്കൻ അതിർത്തികൾ മുതൽ ഉത്തര കൊറിയയുടെ മനോഹരമായ തീരദേശ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ പുതിയ വികസന പദ്ധതികൾ കേവലം പ്രാദേശികമായ ചില നിർമ്മാണ പ്രവർത്തനങ്ങളല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയ ഭൂപടത്തിന്റെ പുതിയ സമവാക്യങ്ങളായി രൂപപ്പെടുത്തുന്നു. കൃത്യമായ കരുനീക്കങ്ങൾ കൂടിയാണ് ഇത് എന്ന് നമുക്ക് വ്യക്തമാകും.